ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പ് ഏതും ആയിക്കോട്ടെ, ഏത് സ്കിൻ ടൈപ്പുകാർക്കും റിസൾട്ട് കിട്ടുന്ന രീതിക്ക് എങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടതെന്നും അതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ടുമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. നോർമൽ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാല്, മുട്ട, ഉരുളക്കിഴങ്ങാണ്. പക്ഷേ ഈ മൂന്ന് സാധനവും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ആവശ്യമില്ല. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മുട്ട ഉപയോഗിക്കുക, മറ്റേ രണ്ട് സ്കിന്നുകാർക്കും പാൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ മുട്ട ഫുള്ളല്ല കേട്ടോ, മുട്ടേൻ്റെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ടെല്ലാം ഉണ്ടാവും. ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇത് യൂസ് ചെയ്യാം. അതേപോലെ നോർമൽ സ്കിന്നുകാരും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഡ്രൈ സ്കിന്നുകാരും പാൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർ ഇങ്ങനെയുള്ള എന്ത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇത് നമുക്ക് കംപ്ലീറ്റ് ആവശ്യമില്ല, ഇതിൻ്റെ ഒരു പകുതി മതി കേട്ടോ. ഇനി ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഫുൾ എടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. ഇനി നിങ്ങൾ മിക്സിയുടെ ജാറിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഈ ചെരുകി എടുക്കുന്ന, അതിനെ കൊണ്ട് ചെരുകി എടുത്താൽ അതിനെ കൊണ്ട് നീര് നല്ല ബെസ്റ്റായിട്ട് കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നാണെങ്കിൽ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊരു പേസ്റ്റ് പോലെ വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അടിച്ചെടുത്ത ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ഈ പൊട്ടാറ്റോ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ സ്റ്റാർച്ച് ആയിക്കോട്ടെ, അതേ ഇതിൻ്റെ നീരായിക്കോട്ടെ, ഇനി ഇത് കംപ്ലീറ്റ് എടുത്താലും സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പാലിട്ടിട്ട് ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് ഞാൻ പറഞ്ഞല്ലോ, നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും പാലിട്ടിട്ട് ആഡ് ചെയ്യുക. ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുക. പക്ഷേ അരിപ്പൊടി യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വീക്ക്ലി 2 ടൈംസോ അല്ലെങ്കിൽ 1 ടൈമോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത സാധനം നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ, അതായത് മുഖം നല്ല കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ഇത് നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് വെക്കാൻ വേണ്ടി പറ്റും. കാരണം കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനും ഈ ഒരു പാക്ക് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ മുഖയിലൊന്ന് നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് നമ്മുടെ മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നോർമൽ വാട്ടറിൽ നമ്മൾ കൈ കളയുന്ന സമയത്ത് ചെറിയൊരു ജെൻറ്റിൽ മസാജ് നമ്മൾ കൊടുത്തിട്ട് വേണം കൈ കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കൈ കളയുന്ന സമയത്താണ് നമുക്ക് എക്സാക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ചില ആൾക്കാരെല്ലാം ശരിക്കൊന്നും അതൊന്നും എന്താ പറയുക, മുഖത്ത് ഡ്രൈ ആവാണ്ട് തന്നെ കൈ കളഞ്ഞിട്ട് റിസൾട്ട് ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടോ, ഒറ്റ യൂസ് തന്നെ നമ്മളെ സ്കിന്ന് സോഫ്റ്റ് ആവാനും നല്ല നിറം വരാനും സഹായിക്കും. പൊട്ടാറ്റോൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറുത്ത പാടുകളുണ്ടല്ലോ, മുഖക്കുരു വന്നിട്ട് പോയ കറുത്ത പാടെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഒരുപാട് സെറം, ടോണർ, പാക്ക് അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ എഫക്റ്റീവാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സ്കിന്നുകാർക്ക് പൊട്ടാറ്റോനേക്കാളും അതേ ഒരു ഗുണം നൽകുക ടൊമാറ്റോ ആയിരിക്കും. അങ്ങനെയുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഓയിലി സ്കിന്നുകാർ, ഡ്രൈ സ്കിന്നുകാർ എല്ലാവരും അതിൻ്റേതായ രീതിയിൽ യൂസ് ചെയ്താൽ ഒരേ റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ ഏകദേശം നല്ലൊരു റിസൾട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഡ്രൈ സ്കിന്നുള്ളവർ തീർച്ചയായിട്ടും ഇതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലോ ഇതിന് ശേഷം ഒന്ന് മുഖത്തേക്ക് പുരട്ടി കൊടുക്കണം. കൂടുതൽ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ പൊട്ടാറ്റോ, ടൊമാറ്റോ, അരിപ്പൊടി ഇതെല്ലാം ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നോർമൽ സ്കിന്നുകാർക്കോ ഓയിലി സ്കിന്നുകാർക്കോ അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവേദൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.